കേരള ബാങ്കിന്റെ ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു നേട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് 45ഓളം ബാങ്കുകളാണ് നാഷണലൈസ്ഡ് ബാങ്കായിട്ടും കൊമേഴ്സ്യൽ ബാങ്കായിട്ടും ഷെഡ്യൂൾ ബാങ്കായിട്ടും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ 45ഓളം ബാങ്കുകളിൽ 5 ബാങ്കാണ് 50,000-ൽ പരം കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ലോണിലേക്ക് എത്തിയിരിക്കുന്നത്. ആ 5 ബാങ്കുകളിൽ ഒന്ന് കേരള ബാങ്കാണ്. 50,200 കോടി രൂപ വായ്പ. അത് ബാങ്കിന്റെ ചരിത്രത്തിലെ അഭിമാനകരമായ നേട്ടങ്ങൾ. അതിൽ തന്നെ എടുത്തു പറയുമ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു കേരള ബാങ്ക്. ഈ 5 ബാങ്ക് എന്ന് പറയുന്നത് 1 SBI, 2 കാനറ ബാങ്ക്, 3 HDFC, 4 ഫെഡറൽ ബാങ്ക്, 5 കേരള ബാങ്ക്. ഈ 5 ബാങ്കുകളാണ് 45 ബാങ്കുകളിൽ 50,000-ൽ പരം കോടി രൂപയുടെ വായ്പകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഭിമാനകരമായ ഒരു നേട്ടങ്ങളുടെ ഉള്ളടക്കമാണ് ഈ കാര്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കണക്കൂടി പറഞ്ഞാൽ ഇന്ത്യയിൽ 33 സംസ്ഥാന സഹകരണ ബാങ്കുകളാണ്. അതിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു കേരള ബാങ്ക്. അപ്പൊ ഇന്ത്യയിലെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു കേരള ബാങ്ക്. വായ്പയുടെ കാര്യത്തിൽ, നിക്ഷേപത്തിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ CRIRന്റെ കാര്യത്തിൽ, മറ്റ് NBAയുടെ കാര്യത്തിൽ, ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ അത്രത്തോളം മുന്നോട്ട് വന്നിരിക്കും. നിക്ഷേപം ഇപ്പോ 68,700 കോടി പരം രൂപ പോകുന്നിരിക്കും. 68. ഒരു വൻ കുതിച്ചുചാട്ടാണ് ഈ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. 823 ശാഖകളാണ് നമുക്കുള്ളത് കേരളത്തിൽ. ലാഭവിഹിതമെടുത്താൽ കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇപ്പൊ വന്നിട്ടുള്ള 4 ബാലൻസ് ഷീറ്റുകളിലും എല്ലാ വർഷവും ലാഭമാണ്. ആദ്യത്തെ വർഷം തന്നെ നമുക്ക് നേരത്തെ ഞങ്ങൾ സഭയിൽ തന്നെ കണക്ക് പറഞ്ഞു 61.99 കോടി രൂപയായിരുന്നു ആദ്യ വർഷം. 2ാം വർഷം എത്തുമ്പോൾ 77.24 കോടി രൂപയാണ്. 3ാം വർഷം 20.55 കോടി രൂപയാണ്. അപ്പൊ അവസാനത്തെ വർഷം അവസാനത്തെ ബാലൻസ് ഷീറ്റിൽ 209.13 കോടി രൂപയാണ്. ഇപ്പോൾ പിന്നിട്ട വർഷത്തേക്ക് കഴിഞ്ഞ മാർച്ച് 34 സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്റെ വളർച്ച ക്രമാനുഗതമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ഏറ്റവും നല്ല ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ അത്തരത്തിൽ NBAയുടെ കാര്യത്തിലും വലിയ രൂപത്തിലുള്ള കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഈ കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത് എബവ് 30 ആയിരുന്നു. ഇപ്പോൾ 11 പോയിന്റ് സംതിങ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഈ കഴിഞ്ഞ മാർച്ചിലെ ബാലൻസ് ഷീറ്റ് 11 പോയിന്റ് സംതിങ് ആയിട്ട് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. 11.45%. അപ്പോൾ ഒരു ബാങ്കിങ് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്: 1 നിക്ഷേപം, 2 വായ്പ, 3 അതിന്റെ CRIR, 4 ഞങ്ങളുടെ NBA, അതോടൊപ്പം ലാഭവിഹിതം. എന്റെ ഫിനാൻഷ്യൽ മാർജിനും നെറ്റ് മാർജിനും നോക്കിയാലും ഈ കാര്യത്തിൽ ക്രമാനുഗതമായ പുരോഗതി ഈ രംഗത്തെല്ലാം വന്നിരിക്കുന്നു. ഇതിൽ സവിശേഷമായ ഒരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കാനുള്ള, മൊത്തം വായ്പയിൽ 25% കാർഷിക വായ്പയാണ്. അതിൽ തന്നെ പിന്നീടുള്ള 25% പ്രാഥമിക സംഘങ്ങൾ കൊടുത്ത കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ കൊടുത്ത, നമുക്കേറെ അഭിമാനിക്കാൻ വക നൽകുന്ന മറ്റൊരു ഘടകം അതാണ്. പ്രത്യേകിച്ചും കാർഷിക മേഖല, സഹകരണ മേഖലയും കാർഷിക മേഖലയും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാം അറിയാം. നാളെ ബന്ധമാണ് ഈ 2 മേഖലയിലും. പിന്നെ ചെറുകിട സംരംഭകരുടെ ഉൾപ്പെടെയുള്ള കാര്യം, കേരളത്തിലെ മൊത്തം ബാങ്ക് വായ്പയുടെ 8.42% കേരള ബാങ്കാണ്. അതാണ് അതിൽ എടുത്തു പറയുന്നത് മറ്റൊരു കാര്യം. പിന്നീട് ചെറുകിട സംരംഭ മേഖലയ്ക്ക് മാത്രമായിട്ട് 12.30% വായ്പ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 1,45,099 വായ്പകളിലായിട്ട് 6,203 കോടി രൂപ ചെറുകിട സംരംഭകർക്ക് നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു സുപ്രധാനമായ കാര്യം എടുത്ത് സൂചിപ്പിക്കാനുള്ള, CD റേഷ്യോ 75% മുകളിൽ വന്നു. ഇത് കേരളത്തിൽ മറ്റ് ബാങ്കുകൾക്കൊന്നും അവകാശപ്പെടാൻ. അപ്പൊ കോപ്പറേറ്റീവ് സെക്ടർ എത്ര കണ്ട് അതിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ CD റേഷ്യോയിലും വൻ പുരോഗതി. പിന്നെ ഇതുകൂടാതെ ഈ അടുത്ത കാലത്ത്
നബാർഡ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി പ്രൈമറി സംഘങ്ങൾക്ക് ശീതീകരിച്ച ഗോഡൌണുകൾ, പശ്ചാത്തല സൗകര്യ വികസനം ഇതിനുവേണ്ടി അനുവദിച്ചിരുന്ന 2 കോടി രൂപ 7 വർഷത്തെ കാലാവധിക്ക് 4% പലിശ നിരക്കിൽ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡി മുതൽ ഏർപ്പെടുത്തിക്കൊണ്ട് കേരള ബാങ്കിൽ 1% പലിശയാക്കി അത് കൊടുക്കുന്ന കേസ് വന്നിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നിരവധി ബാങ്കുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 203 കോടി രൂപ ഇതിനോടകം തന്നെ അത് വിതരണം ചെയ്തു കഴിഞ്ഞു. അതൊരു നല്ല മുന്നേറ്റമാണ്. പിന്നീട് പൊതുവിൽ മുമ്പ് വന്നിരുന്നൊരു ന്യൂനത, നബാർഡിന്റെ ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ അന്ന് നബാർഡ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ ചില നോൺസ് ഫുൾഫിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള വായ്പയുടെ രംഗത്തെ പരിധി നിർണ്ണയിക്കുന്ന ഉത്തരവുണ്ടായിരുന്നു. അതിൽ നബാർഡ് ചൂണ്ടിക്കാണിച്ച ന്യൂനതകളിൽ 95% പരിഹരിച്ചതായി ഇപ്പോൾ നബാർഡ് തന്നെ നമ്മൾ കൊടുത്ത റെക്ടിഫിക്കേഷൻ അംഗീകരിച്ചു കഴിഞ്ഞു. അത് ഈ രംഗത്ത് കാലഘട്ടത്തിലെ ഒരു അച്ചീവ്മെന്റ്. അങ്ങനെ പൊതുവിൽ കേരള ബാങ്കിന്റെ ബിസിനസിന്റെ രംഗത്ത് നിക്ഷേപത്തിൽ, ഡെപ്പോസിറ്റിൽ NPA കുറച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ, ഒപ്പം സംരംഭകർക്കുള്ള വായ്പ, കാർഷിക വായ്പ, സംഘങ്ങൾക്കുള്ള വായ്പ, CD റേഷ്യോ, ഇതെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ബിസിനസ് രംഗത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു. ആ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. 50,200 കോടി രൂപ വായ്പയിലെത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ സഹകരണ ബാങ്കുകളിൽ 1ാം സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടത്.